നമസ്കാരം. ഒരു ചെറുപ്പക്കാരനെ എന്ത് ചെയ്തിട്ടും വിജയത്തിലേക്ക് എത്തുന്നില്ല. എന്ത് ചെയ്താലും പരാജയം. പരിശ്രമിച്ച് മടുത്തു പോയി ഇയാള്. അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ തൊട്ടടുത്തുള്ള ഗ്രാമത്തില് എല്ലാവർക്കും ഒരു ഉപദേശമൊക്കെ നൽകുന്ന ഒരു അത്യാവശ്യം വിവരമൊക്കെ ഉള്ള ഒരാളുണ്ട്. അദ്ദേഹത്തെ അടുത്തൊന്ന് പോകാന്ന് കരുതി അങ്ങനെ അദ്ദേഹത്തോട് ഒരു ഉപദേശം ചോദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് പോവുകയാണ് ഈ ചെറുപ്പക്കാരൻ. അങ്ങനെ ചെയ്ത സമയത്ത് അദ്ദേഹം കുറച്ച് പ്രായമുള്ള ഒരാളാണ്, ഒരു വൈസ്മാൻ ആണ് അയാൾ. അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും ആൾക്കാർക്ക് ഉപദേശം നൽകുന്ന ഒരാളാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് പറയുകയാണ്, സാർ ഞാൻ എന്ത് ചെയ്താലും ചേട്ടാ എനിക്ക് ഭയങ്കര ഫെയിലർ ആണ് വരുന്നത്, വിജയം എന്ന കാര്യത്തിലേക്ക് അടുക്കാൻ പറ്റുന്നില്ല, അപ്പോഴേക്കും ഞാൻ ഫെയിലർ ആയി പോകുന്നു, എപ്പോഴും എനിക്ക് പരാജയങ്ങൾ ഉണ്ടാവുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന്. ആ സമയത്ത് ഈ വൈസ്മാനായ മനുഷ്യൻ, ഈ ബുദ്ധിശാലിയായ മനുഷ്യൻ അദ്ദേഹത്തോട് പറയുകയാണ്. അദ്ദേഹം ആദ്യം ഒരു ബൗളില് വെള്ളം എടുത്തു കേട്ടോ. വെള്ളം എടുത്തുകൊണ്ട് ഈ വെള്ളത്തിൽ നോക്കിയിട്ട് പറഞ്ഞു, ഈ വെള്ളം ഇങ്ങനെ ബൗളിൽ നിൽക്കാൻ ഇപ്പം നല്ല രസമുണ്ട് കാണാനില്ലേ, ഇത് നമ്മളെടുത്തൊന്ന് സ്ക്വീസ് ചെയ്ത് നോക്കിയാൽ, ഒന്ന് ഞെക്കി നോക്കിയാൽ ഈ വെള്ളം അങ്ങ് പുറത്തേക്ക് പോകില്ലേ, അത് എന്തുകൊണ്ടാണെന്ന് അറിയുമെന്ന് ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു എന്താ കാരണം? അതിലൊരു കാരണമുണ്ട്, ഞാൻ പറഞ്ഞു തരാമെന്ന്. രണ്ടാമത് അദ്ദേഹം എടുത്തതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ക്യാൻഡിൽ ലൈറ്റ് എടുത്തു, ഒരു മെഴുകുതിരി എടുത്തു, എന്നിട്ട് അതൊന്ന് കത്തിച്ചു, ഒരു തീപ്പെട്ടി എടുത്തൊന്ന് കത്തിച്ചു വെച്ചു. കത്തിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഈ മെഴുകുതിരി കത്തുന്നത് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ, ഇപ്പൊ ഇവിടെ നല്ല പ്രകാശം നിനക്ക് കിട്ടുന്നില്ല എന്ന് ചോദിച്ചു. കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. മൂന്നാമതൊരു പ്രോപ്പർട്ടി എടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, 3 വിത്തുകൾ എടുത്തു, നമ്മൾ മണ്ണിലൂന്നാൻ പറ്റിയ നല്ല വിത്ത് എടുത്തു. ഇത് കണ്ടത് നല്ല വിത്താണ്, ഇത് മണ്ണിലൊന്ന് ഊന്നി നോക്കിയെന്ന് പറഞ്ഞു. ഇത് 3 പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു, ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ വെള്ളം നമ്മളെടുത്ത് സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ വെള്ളം പുറത്തേക്ക് ഇങ്ങനെ തുള്ളിപ്പോകും, അതായത് വെള്ളം പുറത്തേക്ക് സ്ക്വീസ് ചെയ്തിട്ട് ചാടിപ്പോകും. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്ഷമിച്ചു നിൽക്കണം കേട്ടോ. കാരണം ഈ വെള്ളത്തെ ഇതുപോലെ ഒരു ജീവിതത്തിൽ നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ സ്ക്വീസ് ചെയ്യാതെ ക്ഷമയോടെ അതിനെ നേരിടാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ ധൃതി കൂട്ടിക്കൊണ്ട് പേഷ്യൻസ് ഇല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് തുളുമ്പി പുറത്തു പോയിട്ട് നമുക്ക് എവിടെയാണ് അത് എത്തേണ്ടത് എന്ന് അറിയില്ല, എവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത് എന്ന രീതിയിൽ ചാടിപ്പോകും നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ എന്ന്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത്, ഈ ക്യാൻഡിൽ ലൈറ്റ് എടുത്ത് കൊടുത്തു, ജ്വലിച്ചു നിൽക്കുന്ന ക്യാൻഡിൽ ലൈറ്റ് എടുത്തിട്ട് കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ക്യാൻഡിൽ ലൈറ്റ് കത്തുന്നത് കണ്ടോ, മറ്റുള്ളവർക്ക് വെളിച്ചമാകാൻ വേണ്ടിയിട്ട് ഇത് സ്വയം എരിഞ്ഞു തീരുകയാണ് എന്ന്. അതുപോലെ നാം തന്നെ ആയിരിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ. പ്രവാസികളായ എന്നെ പോലെയുള്ളവർക്കൊക്കെ അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. മറ്റുള്ളവർ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സ്വയം ഉരുകി എരിഞ്ഞു തീരുന്നത് പോലെ തന്നെയാണ് ഈ ക്യാൻഡിൽ ലൈറ്റ് പോലെയാവണം. പ്രവാസിയാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് കത്തിയെരിയുമ്പോൾ മറ്റുള്ളവർക്ക് പ്രകാശം തീർത്തുന്ന രീതിയിൽ നമ്മുടെ സ്വയം കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ അതിനൊന്ന് തിരി തെളിയിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശമാകാൻ നമ്മളെപ്പോഴും ശ്രമിച്ചാൽ മതിയെന്ന്. മൂന്നാമത്തെ കാര്യം അദ്ദേഹം ഈ വിത്തുകൾ എടുത്തുകൊണ്ട് ഇതിന്റെ മണ്ണിലൊന്ന് ഊതിയിട്ട് നോക്കാൻ പറഞ്ഞു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ വിത്ത് എടുത്ത് മണ്ണിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വിത്തിന് എന്താ ചെയ്യുന്നത്, ഈ മെഴുതിരിയെ നമ്മൾ എരിയിച്ച പോലെ അതുപോലെ തന്നെ ഈ വിത്തിനെ നമ്മൾ കബറടക്കുകയാണ് ചെയ്യുന്നത് മണ്ണിനടിയിൽ. ആ കബറടക്കിയതിന് ശേഷം അത് കൂടുതൽ ആർജവത്തോടെ കൂടുതൽ കരുത്തോടെ അത് ഉയർത്തെഴുന്നേറ്റ് വന്നത് കാണാം നമുക്ക്. അതായത് അതിൽ വെള്ളം നൽകി വളം നൽകി ഉയർത്തെഴുന്നേറ്റ് വന്ന് അത് വൃക്ഷമായി ഫലമായി നമുക്ക് തണലേകുന്ന നല്ലൊരു ഫലവൃക്ഷമായി മാറുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഈ ക്ഷമയോടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശിച്ചുകൊണ്ട് നമ്മൾ നല്ലൊരു വിത്തായി മാറാൻ ശ്രമിക്കണമെന്ന് നല്ലൊരു മോറലുണ്ട് കേട്ടോ ഇതിൽ. എല്ലാവരും ഇതുപോലെ തന്നെ ക്ഷമയോടെ നിന്നുകൊണ്ട് സ്വയം എരിഞ്ഞിട്ടാണെങ്കിലും മറ്റുള്ളവർക്ക് പ്രകാശം വരുത്തിക്കൊണ്ട് അതുപോലെ തന്നെ ഈ വിത്തിനെ പോലെ സ്വയം കരുത്താർജിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഒരു ദിവസം മറ്റുള്ളവരുടെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മുടെ സ്വത്വത്തെ തിരിച്ചറിയുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് കാണിപ്പിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഒരുപാട് സ്നേഹം മാത്രം, എല്ലാവരും ഒരുപാട് നന്ദി, സ്നേഹം മാത്രം. താങ്ക് യു.